സരിഗമപ ധനിധപദ ധനിഗരി നിധമഗരി സരിഗമ ദിഗമപ ഗമപദ മപദനി ഗരി നിധ സനി നിധ ദബഗരി നിധ സനി നിധ ദബഗരി നിധ സനി നിധ ദബഗരി ധനി ദബ സരിഗമപ ദിഗമപ ഗമപദനി ഗരി സനി ധരി ധനി ദബ സനി ദബദ ദിഗമപദ സദിഗമപനി സദിഗമപകാല ആദിരാവനമുല്ല ജാലകം വഴിയിൻ്റെ മോതിര വിരലിന്മേലും വച്ചു. ആദ്യത്തെ പാട്ടിരുത്തത്തിന് വന്നിട്ടാണ് വരമ്പിൻ്റെ ഒരു ഭാഗമാവാൻ ഞാൻ വരുന്നത്. അപ്പോൾ അരുണേട്ടൻ്റെ പാട്ടുകൾ കേട്ട് ഇങ്ങനെ കോരിത്തരിച്ചിരുന്ന ഒരു പ്രേക്ഷകയായിരുന്നു ഞാൻ. നമ്മുടെ കൂട്ടത്തിലുള്ള കലാകാരന്മാരെ വെച്ച് ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ പങ്കുചേരാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പരസ്പരം അറിയാത്ത ഒരുപാട് പേര് ഇവിടെ വന്ന് ഒരു കൂട്ടായ്മയായി. ഇപ്പോൾ വരമ്പ് ഒരു ഫാമിലി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഫാമിലിയുടെ ഭാഗമായിട്ട് വീണ്ടും എത്താനും അതുപോലെ ഈ ഒരു പാട്ടുകൂട്ടത്തിൽ ചേരാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ഫാമിലിയിലോ എന്തെങ്കിലും ഗ്യാതറിങ് ഉണ്ടാകുമ്പോൾ ഒരു 7-8 ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഒരു 50-60 ആൾക്കാരിലേക്ക് അത് വലുതായി. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു ചുമ്മാ ഒരു സ്റ്റേജിൽ കുറച്ച് ആൾക്കാർ വന്നു ഇരിക്കുന്നു, പാടുന്നു, ആൾക്കാർ കേൾക്കുന്നു എന്നതിലുപരി എല്ലാവരും കൂടിയുള്ള കളക്റ്റീവായിട്ട് ഇപ്പം ഞങ്ങൾ പാടുന്നു, ഞങ്ങളുടെ കൂടെ ഓഡിയൻസും അല്ലെ ശ്രോതാക്കളും പാടുന്നു എന്ന് പറയുന്നത് അതിലത്തെ ഒരു പങ്കാളിത്തം, അതാണ് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു സംഭവം. അധികം ഈ കച്ചേരികൾക്ക് പോയിട്ടും പിന്നെ കച്ചേരികൾക്ക് വായിച്ചിട്ടൊക്കെയാണ് അധികം പരിചയം. ഇന്ററാക്ഷൻ പോലെ ഒന്നുമില്ല. ഈ ഗോതേട്ടനും ഞാനും പിന്നെ ഞങ്ങളുടെ അടുത്ത കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ചില പറ്റണ ദിവസമൊക്കെ രാത്രികളിൽ ഞങ്ങളിങ്ങനെ കൂടാറുണ്ടായിരുന്നു. വയലിൻ, മൃദംഗം, പാട്ട്, പിന്നെ അതേപോലെ എല്ലാവരും കൂടി പാട്ട് പാടുക, അങ്ങനെ ഒരു കൂട്ടായ്മ പോലെ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. ചരിത്രങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു നാടിന്റെ കലാകാരനെ ഒരു വേദി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതും കൂടി വരമ്പിന്റെ
കർമ്മമായിട്ടുണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള കലകളുമുള്ള ആളുകൾക്ക് ഒരു അവസരം എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ്. വേദി എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അവർക്ക് വന്നിരിക്കാൻ, അവർക്ക് പ്ലേ ചെയ്യാൻ, അവർക്ക് പറയാൻ, കേൾക്കാൻ, പാടാൻ ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കളക്റ്റീവ് കൊണ്ടുള്ള ഉദ്ദേശം. അതിന് ഞങ്ങൾ ഏകദേശം 2 വർഷത്തോളം സമയമെടുത്തു എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എടുത്തൊരു സമയം കൂടിയായിരുന്നു അത്. അപ്പോൾ അത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോടൊപ്പം അത് തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്. ഒരുപാട് സന്തോഷം പറഞ്ഞ ഹൃദയം നിറഞ്ഞൊരവസ്ഥയാണ്. മറ്റേത് പരിപാടി, ഇപ്പോൾ ഓരോ പരിപാടിയും ഞങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടി സ്നേഹത്തോടു കൂടി ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ ഇത് വളരെ പേഴ്സണലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു കയ്യൊപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. കുറച്ചുകൂടി പ്രൊഫഷണൽ രീതിക്കാവും മറ്റു പരിപാടികൾ നമ്മൾ ചെയ്യുക. കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ചിട്ട, ഒരു ഓർഡറൊക്കെ വെച്ച് പിടിച്ച് അങ്ങനെയൊക്കെയാണ് മറ്റു പരിപാടികൾ നമ്മൾ ചെയ്യാറ്. പക്ഷേ വരമ്പിൽ വരുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. വലിയ ടെൻഷനൊന്നുമില്ല. നമുക്ക് അറിയാവുന്ന കുറേ പേര് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ വായിക്കുകയാണ്. അവർ പറയുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻട്രാക്ട് ചെയ്ത് ഓഡിയൻസായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഓഡിയൻസിൻ്റെ സജഷൻസ് കേട്ട് അല്ലെങ്കിൽ നല്ല രസമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് വരമ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട്.